ഗുജറാത്തിൻ്റെ അതിർത്തിയും പാകിസ്ഥാൻ്റെ സിന്ധ് പ്രവിശ്യയുമായി ബന്ധപ്പെടുന്ന ഒരു 90-92 കിലോമീറ്റർ പ്രദേശം, ഒരു 96 കിലോമീറ്റർ പ്രദേശം നീളമുള്ള ഒരു ചെളിവെള്ള കായലുണ്ട്. ഇത് രണ്ട് അതിർത്തികളെയും രണ്ട് രാജ്യങ്ങളെയും അതിർത്തി നിർണ്ണയിക്കുന്ന കായലാണത്. ഈ കായലിനെ സർക്രീക്ക് കായൽ എന്നാണ് പറയുന്നത്, സർക്രീക്ക് പ്രദേശം എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് പാകിസ്ഥാൻ സേനാംഗങ്ങളുടെ എണ്ണം കൂട്ടുന്നു എന്നുള്ള വിവരം ഇന്ത്യക്ക് ലഭിച്ചു. രാജ്നാഥ് സിംഗ്, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി, വളരെ നിശിതമായി ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് മഹാനവമിയിൽ വിജയദശമിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ തീ കൊണ്ട് തല ചൊറിയരുത്, അങ്ങനെ ചൊറിഞ്ഞാൽ ഞങ്ങൾക്ക് കറാച്ചിയിലേക്ക് അവിടം വഴി ഈ പറയുന്ന സർ ക്രീക്ക് വഴി തന്നെ കറാച്ചിയിലേക്കൊരു വഴിയുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് വളരെ കൃത്യമായി രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റാവൽപിണ്ടിയിൽ ഞങ്ങൾ നേരത്തെ വന്നിരുന്നു, ഇത് കറാച്ചിയിലേക്കുള്ള വഴി ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ ഒരു സർ ക്രീക്കിൻ്റെ ചരിത്ര പശ്ചാത്തലം? 1914 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബോംബെ ഗവൺമെൻറ് ഒരു പുറപ്പെടുവിച്ച ഉത്തരവിൽ കച്ച് രാജാവ്, അന്ന് രാജാക്കന്മാരുടെ കാലമാണ്, കച്ച് രാജാവിൻ്റെയും സിന്ധ്യ പ്രവിശ്യയുടെയും അതിർത്തി രേഖപ്പെടുത്തി. ഈ അതിർത്തിയുടെ ഒരു പ്രശ്നമുള്ളത്, ഇന്ത്യയുടെ വാദമെന്ന് പറയുന്നത് കിഴക്കൻ കരയിൽ വേണം അങ്ങോട്ട്, അതായത് ഇത് മുഴുവൻ നമുക്കുള്ളതാണെന്നാണ്, ആ കായൽ മുഴുവൻ നമുക്കുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ വാദം അതിർത്തി ക്രിക്കിൻ്റെ നടുവിലൂടെ വേണം, അപ്പോൾ കായലിൻ്റെ പകുതി അവർക്കുള്ളതാണ്, പകുതി നമുക്കുള്ളതാണ്. ഇത് വലിയ തർക്കമായി. 1914 മുതൽ വലിയ തർക്കമായി. 1965 റാൺ ഓഫ് കച്ച് സംഘർഷവും വിധിന്യായവും ഉണ്ടായി. 1965 കേട്ടോ. അത് ഏപ്രിലിൽ ഇന്ത്യയും പാകിസ്ഥാനും റാൺ ഓഫ് കച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടു 1965. ആ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അവസാനം ബ്രിട്ടൻ പ്രധാനമന്ത്രി ഹരോൾഡ് വിൽസൺ മധ്യസ്ഥതയിൽ ഒരു ട്രൈബ്യൂണലും ഉണ്ടാക്കി ഇതിന് പരിഹരിക്കാൻ. ഇതൊക്കെ ചരിത്രമാണ്. അതിൽ 1968 അത് അവാർഡ് ചെയ്തു. ഈ ട്രൈബ്യൂണലിൻ്റെ വിധി വന്നു, അതാണ് അവാർഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ 90% സ്ഥലവും ഇന്ത്യക്കുള്ളതാണ്, 10% പാകിസ്ഥാനുള്ളതാണ്. അപ്പോൾ ഈ സർക്രീക്ക് എന്ന് പറയുന്നതിൻ്റെ കായലിൻ്റെ ഒരു 90% സ്ഥലവും ഇന്ത്യക്കും 10% പാകിസ്ഥാനും എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കാൻ അന്ന് കഴിഞ്ഞില്ല, പല കാരണങ്ങളാൽ കഴിഞ്ഞില്ല, കാലം കഴിഞ്ഞു പോയി. ഇതിനൊരു വളരെ കൃത്യമായൊരു പ്രാധാന്യമുണ്ട്. ഒരു എക്കണോമിക് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു എക്കണോമിക് സോണാണിത്. കടലിൻ്റെ 200 നോട്ടിക്കൽ മൈൽ വരെ അവകാശം നിശ്ചയിക്കാൻ ഇതിൻ്റെ സ്ഥാനം നിർണായകമാണ്, വളരെ നിർണായകമായ സ്ഥാനമാണ്. ഓയിൽ, നാച്ചുറൽ ഗ്യാസിൻ്റെ വലിയ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. മത്സ്യബന്ധത്തിന് സാധ്യതയുള്ളൊരു പ്രദേശമാണ്. സുരക്ഷ, കടൽ വഴിയുള്ള കള്ളക്കടത്തും ഭീകരപ്രവർത്തനങ്ങളും കടന്നു വരുന്നതിനുള്ള സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരുപാട് ഭീകരപ്രവർത്തകർക്കും കള്ളന്മാർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇതിന് വളരെ സാമൂഹ്യമായും സാമ്പത്തികമായും പ്രതിരോധപരമായും സുരക്ഷാ പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ഈ സർക്രീക്ക് എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഗുജറാത്ത് സിന്ധ് മത്സ്യത്തൊഴിലാളികൾക്ക് പലപ്പോഴും അതിർത്തി തെറ്റിപ്പോകാറുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർക്ക് ഇതേതാണ് കറക്കാനെ, കായലിനകത്താണല്ലോ അതിർത്തി, അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങൾ വളരെ വലുതാണ്, രാജ്യ സംഘർഷങ്ങൾ. 200 മുതൽ 200 മുതൽ 300 വരെ മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും തടവിലാകും, ഇടയ്ക്കിടയ്ക്ക് തടവിലാകും. മത്സ്യത്തൊഴിലാളികളുടെ ഇന്ത്യയിൽ പിടിക്കപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരെ പിടിക്കപ്പെടുന്ന കാര്യവും നടക്കുന്നു. അതുപോലെ തന്നെ ദീപാവലി, മെദാൻ പോലുള്ള അവസരങ്ങളിൽ മോചനം നൽകും, പിടിക്കും, മോചനം കൊടുക്കും. ഇങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. കള്ളക്കടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഭീകരർ വരുന്ന പ്രശ്നങ്ങളുണ്ട്, അനധികൃതമായ കുടിയേറ്റം ഈ സ്ഥലത്തൂടെ നടക്കുന്നു, വലിയ പ്രശ്നമാണ്. അപ്പോൾ 2008 ബോംബെ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് കടൽ വഴി ഭീകരർ കടന്നു വന്ന് സർക്രീക്ക് മേഖലയുടെ അപകട സാധ്യത കൂട്ടുന്നു. അപ്പോൾ ബോംബെയിലേക്ക് ആളുകൾ വന്നത് ഈ സർക്രീക്ക് വഴിയാണ് എന്നുള്ള ഭീകരാക്രമണത്തിന് വന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു ശ്രമം നടക്കണം. 1989 മുതൽ പല ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുകയാണ്. 2007 മൻമോഹൻ സിംഗും മുഷറഫും, അതായത് പാകിസ്ഥാനിലെ മുഷറഫും പ്രധാനമന്ത്രി മുഷറഫുമായി, മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി 2007 വലിയ ചർച്ച നടന്നു. പക്ഷേ അതും പരിഹാരത്തിനടുത്ത് എത്തിയതാണ്, എന്നിട്ടും അത് എത്തിയില്ല. പാകിസ്ഥാനിലെ രാഷ്ട്രീയ കലാപം, ബേനസീർ ഭൂട്ടോയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല. ഇപ്പോൾ പ്രശ്നം ഇതുവരെ തീരാതെയാണ് നിൽക്കുന്നത്. അന്താരാഷ്ട്രപരമായിട്ട് തന്നെ UN ക്ലോസ് അനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ എന്ന് പറയുന്ന UN ക്ലോസ് അനുസരിച്ച് തന്നെ തീർത്തിട്ടില്ലെങ്കിൽ കടൽ ഈ എക്കണോമിക് സോൺ തീരുമാനിക്കാൻ കഴിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും UN ക്ലോസ് എന്ന് പറയുന്ന അംഗങ്ങളാണ്, പക്ഷേ വിഷയത്തെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതൊരു വലിയ കുഴഞ്ഞ പ്രശ്നമാണ്. അന്താരാഷ്ട്ര കോടതിയിലേക്ക് കൊണ്ടുപോകുന്നുമില്ല. ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തുമൊക്കെ നടന്ന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ ഇരു രാജ്യങ്ങളും തീർക്കണമെന്നാണ് ഇത് ഉള്ളത്. അപ്പോൾ സർക്രീക്ക് അത് ചെറിയ വിഷയമല്ല, അതൊരു ചെളിവെള്ള പ്രശ്നമായിരുന്നു തുടക്കത്തിൽ, പക്ഷേ അത് ഇന്നൊരു വലിയ പ്രശ്നമായി നിൽക്കുന്നു. ഇത്
ഗൗരവമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. എന്തായാലും 96 കിലോമീറ്റർ ദൂരത്തെ ഒരു കായൽ അല്ലെങ്കിൽ ഒരു കനാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഉറക്കം കെടുത്തുകയാണ്. അതിൻ്റെ തീരത്ത് ഇങ്ങോട്ട് നുഴഞ്ഞു കയറാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് അവിടെ ഇന്ത്യയിലേക്ക്. ആ തീരത്ത് സൈന്യങ്ങളുടെ എണ്ണം കൂട്ടുന്നത് നമ്മളുടെ ഉറക്കം കെടുത്തുന്നു. എന്തായാലും രാജ്നാഥ് സിംഗ് വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ തൊട്ടാൽ, അവിടെ നിങ്ങൾ സൈന്യം കൂടുതൽ വിന്യസിച്ചാൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും. കറാച്ചിയിലേക്കുള്ള ഞങ്ങളുടെ ദൂരം കുറയ്ക്കരുത്.